യേശുക്രിസ്തുവിൻ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും സ്നേഹവന്ദനം. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുവാനായിട്ട് ദൈവം തന്നിരിക്കുന്ന അവസരത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ കർത്താവിനെ സ്നേഹിക്കുന്ന അനേക ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഈ ശുശ്രൂഷ ഇങ്ങനെ തുടർച്ചയായിട്ട് നടക്കുവാനിടയായിത്തീരുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ഇത്തരണത്തിൽ ക്ഷണിക്കുന്നു. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും യേശുക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. ഓരോ പ്രാവശ്യവും നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുവാനായിട്ട് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നത്. നിശ്ചയമായും ദൈവം ഈ നാളുകൾ നിങ്ങളോട് സംസാരിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അനേകം ആളുകൾ ദൈവത്തിൻ്റെ ആലോചന കേട്ടു, ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു, ദൈവം ഞങ്ങളോട് സംസാരിച്ചു എന്നൊക്കെ ധാരാളം ഇമെയിൽ സന്ദേശത്തിൽ കൂടെയും അതുപോലെ തന്നെ ഫോണിൽ കൂടെയും ഒക്കെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം നിങ്ങളോട് സംസാരിച്ചെങ്കിൽ അത് ഞങ്ങളെ അറിയിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്രകാരം നിങ്ങൾ അത് അറിയിക്കുവാനായിട്ട് മടിക്കരുത്. ഞങ്ങൾക്ക് വളരെ പ്രോത്സാഹനമാണ്. നിങ്ങളുടെ വിലയേറിയ പ്രോത്സാഹനങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒക്കെ ഞങ്ങളെ അറിയിക്കണം എന്നുകൂടെ ഈ സ്ഥാനത്തിൽ ഓർപ്പിക്കുന്നു. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവസഭയെക്കുറിച്ച് ചിന്തിച്ചു വരികയായിരുന്നു. ദൈവസഭ ആടിനെ സാദൃശ്യപ്പെടുത്തിയായിട്ട് നമ്മൾ ചിന്തിച്ചു. അതിനോടനുബന്ധിച്ച് ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു വന്നു. ഇടയനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു വരുന്നത്. ഇടയനെ കുറിച്ച് ഇപ്പോൾ മൂന്നാമതായി ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു വിഷയം, നമ്മൾ കഴിഞ്ഞ 2 പ്രാവശ്യവും നല്ല ഇടയനാകുന്ന യേശുക്രിസ്തുവിനെ കുറിച്ച് ചിന്തിച്ചു. ആ ഇടയനെ രണ്ടാമത്തെ പ്രത്യേകതയായിട്ട് ആ ഇടയൻ നമുക്ക് വേണ്ടി കരുതുന്ന ഇടയനാണ് എന്ന് നമ്മൾ യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിൽ നിന്ന് പഠിക്കുകയുണ്ടായി. അടുത്തതായിട്ട് നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ജോൺ ചാപ്റ്റർ 10 verse 14 and 15, ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് അവിടെ കർത്താവ് പറയുന്നു, ആമേൻ, ഐ നോ മൈ ഷീപ്പ് ആൻഡ് ദേ നോ മീ എന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ എൻ്റെ ആടുകളെ അറിയുന്നു, ആടുകൾ എന്നെ അറിയുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് മൂന്നാമതായിട്ട് ഈ ഇടയനെ കുറിച്ച് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നത്, ഈ ഇടയൻ നമ്മെ അറിയുന്ന ഇടയനാണ്. ലോകത്തിൽ ഉള്ള ധാരാളം നേതാക്കന്മാർ വ്യക്തിപരമായി നമ്മളെ അറിയും എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമായിട്ട് നമ്മൾ അതിനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ദൈവം നമ്മളെ വ്യക്തിപരമായി അറിയുന്നു എന്ന് പറയുന്നത് എത്രയോ സന്തോഷം തരേണ്ട ഒരു വസ്തുതയാണ്. നമ്മുടെ അന്തരാത്മാവിൽ ആ വലിയ ഉറപ്പ് പ്രാപിച്ചാൽ നമുക്ക് ഈ ഭൂമിയിൽ തന്നെ സ്വർഗത്തിൽ ജീവിക്കുന്ന അനുഭവത്തിൽ ജീവിക്കുവാനായിട്ട് കഴിയും. നമ്മളെ പലരും അറിയുന്നു, നമ്മളെ ഉന്നതന്മാരായ ആളുകൾ അറിയുന്നു. ഈ രാജ്യത്തിലെ രാജാക്കന്മാർ, അതുപോലെ തന്നെ മന്ത്രിമാർ, ആ പ്രഭുക്കന്മാർ, പലരും രാഷ്ട്രീയ നേതാക്കന്മാർ വ്യക്തിപരമായി നമ്മളെ അറിയുമെന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ സന്തോഷമാണ്. എന്നാൽ ദൈവം നമ്മളെ വ്യക്തിപരമായി അറിയുന്നു എന്ന് പറയുന്നത്, ഒരു ഇടയൻ നമ്മളെ ആടുകളാകുന്ന എന്നെ വ്യക്തിപരമായി അറിയുന്നു എന്ന് പറയുന്നത് നമുക്ക് എത്രയോ സന്തോഷമുള്ള കാര്യമാണ്. ആ അറിവെന്ന് പറയുന്നത് ദൈവവചനത്തിൽ യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 47-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, ആസ് ദ ഫാദർ നോസ് മീ ആൻഡ് ഐ നോ ദ ഫാദർ ഇൻ ദ സെയിം വേ. അതായത് ദൈവവും പുത്രനും തമ്മിലുള്ള ബന്ധം പോലെ തന്നെയുള്ള ബന്ധമാണ് നമ്മളും യേശുവും തമ്മിലുള്ള ബന്ധം വന്നിരിക്കുന്നത്. അതേ സെയിം വേയിലാണ് കർത്താവ് നമ്മളെ അറിയുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിതാവിനെ അറിയുന്നത് പോലെ ഞാൻ നിങ്ങളെ അറിയുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നു, ഞാൻ അവയെ ഒക്കെ വ്യക്തിപരമായി അറിയുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആടുകളാകുന്ന നമ്മളെ വ്യക്തിപരമായിട്ട് അറിയുന്നതായ ദൈവം. അറിയുന്നു എന്ന് പറയുമ്പോൾ വ്യക്തിപരമായി പേരറിയുന്നവനാണ് ദൈവം. നാം ദൈവത്തിന്റെ വചനം പരിശോധിക്കുമ്പോൾ പ്രധാനമായിട്ടും സ്വർഗത്തിൽ 5 പുസ്തകങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 5 പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്തെ 2 പുസ്തകങ്ങൾ നമ്മൾക്ക് ദൈവവചന പ്രകാരം പഠിക്കാൻ കഴിയുന്നത്, ഒന്ന്
ജീവന്റെ പുസ്തകമാണ്. ജീവന്റെ പുസ്തകം, അതായത് വീണ്ടും ജന്മം പ്രാപിക്കുന്ന എല്ലാ വ്യക്തികളുടെയും പേര് സ്വർഗത്തിൽ വെച്ചിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്. അതിനെയാണ് ജീവന്റെ പുസ്തകം എന്ന് പറയുന്നത്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ വായിക്കാൻ കഴിയുന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും എന്ന് പറഞ്ഞിരിക്കുന്നു. ജീവപുസ്തകം. രണ്ടാമതായിട്ട് നമുക്ക് അതിനോടുള്ള ബന്ധത്തിൽ പഠിക്കാൻ കഴിയുന്നത് ബുക്ക് ഓഫ് ലൈഫ്, അഥവാ ജീവനുള്ളവരുടെ, അഥവാ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ പേരെഴുതുവാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു പുസ്തകമുണ്ട്. അതിനെയാണ് ജീവപുസ്തകം എന്ന് പറഞ്ഞിരിക്കുന്നത്. ജീവന്റെ പുസ്തകമുണ്ട്, അതായത് ജീവപുസ്തകം അഥവാ ഭൂമിയിൽ ജീവിക്കുന്ന ആളുകളുടെ പേരുകൾ. അതുകൊണ്ടാണ് മോശ പറയുന്നത്, നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്നെ മായ്ച്ചു കളയണമേ എന്നാണ് പറയുന്നത്. അതായത് വീണ്ടും ജന്മം പ്രാപിച്ചവരുടെ പേര് എഴുതുവാൻ സ്വർഗത്തിൽ വെച്ചിരിക്കുന്ന പുസ്തകമല്ല, പിന്നെയോ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ പേരുകൾ മാറ്റപ്പെടുമ്പോൾ അതിൽ ഈ ലോകത്തിൽ നിന്ന് നമ്മൾ മാറ്റപ്പെടുകയും ചെയ്യും. എന്നാൽ നമ്മുടെ ശ്രദ്ധേയമായ കാര്യം, ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ നമ്മുടെ പേരും ഓമന പേരും കർത്താവിന് അറിയാം എന്നുള്ളത് എത്ര സന്തോഷകരമായ കാര്യമാണ്. അതുകൊണ്ട് വ്യക്തിപരമായി ദൈവം നിങ്ങളെ അറിയുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിന് നമ്മുടെ പേരറിയാം, ഓമന പേരറിയാം. എന്നെ വളരെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മൾ ഈ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും ശ്രദ്ധിച്ചാൽ ഓരോ രാജ്യങ്ങളിലും ഓരോ സൈന്യത്തിന് ഓരോ സിസ്റ്റം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, ധാരാളം പേരുകൾ, സിമിലർ ആയിട്ടുള്ള പേരുകൾ ഉള്ളത് കൊണ്ട് ഓരോ സൈന്യത്തിലും ധാരാളം ആളുകൾ, 5000-ഓ 10,000-ഓ ആയിരക്കണക്കിന് ആളുകൾ കൊടുന്ന ഓരോ ബറ്റാലിയൻ ആളുകൾ വരുമ്പോൾ അതിനകത്തെ സെയിം നെയിം ഉള്ളത് കൊണ്ട് ആ പട്ടാളത്തിൽ നമ്പറുകളാണ് ഉപയോഗിക്കുന്നത്. നമ്പറുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരിക്കലും ആ സൈന്യത്തിലെ ആളുകൾ തമ്മിൽ തെറ്റിപ്പോകാറില്ല. ഒരു പേര് തന്നെ ധാരാളം പേരുകളുള്ള ആളുകൾ ഉണ്ടായിരിക്കെ നമ്പറുകളാണ് അവിടെ ഉപയോഗിക്കുന്നത്. നമ്പറുകൾക്കാണ് അവിടെ പ്രസക്തി ഉള്ളത്. അതായത് നമ്പറുകൾ വിളിക്കുമ്പോഴാണ് അത് പ്രസക്തി ഉള്ളതായിട്ട് മാറുന്നത്. പേരിന് അവിടെ വലിയ സ്ഥാനമില്ല എന്ന് കാണുവാനായിട്ട് കഴിയും അതിനോടുള്ള ബന്ധത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം, എന്നാൽ സ്വർഗത്തിലെ ദൈവം ഏകദേശം ഇന്ന് ലോകത്തിൽ കണക്കനുസരിച്ച് ലോകത്തിൽ 700 കോടി ആളുകൾ ജീവിച്ചിരിക്കെ അവരുടെ എല്ലാവരുടെയും പേരുകൾ വ്യക്തിപരമായി അറിയുന്നവനാണ് ഈ നല്ല ഇടയൻ എന്നുള്ളതാണ്. നമുക്ക് സന്തോഷം തരേണ്ട ഒരു വസ്തുത, നമ്മുടെ ഓരോരുത്തരുടെയും പേരുകൾ ദൈവത്തിനറിയാം. അതിന് ചില ഉദാഹരണങ്ങൾ നമുക്ക് ദൈവവചനത്തിൽ നിന്ന് കാണുവാനായിട്ട് കഴിയും. നമുക്ക് മോശയുടെ കാര്യം തന്നെ എടുത്താൽ, മോശ ഒരു അന്യദേശത്താണ് ഇപ്പോൾ ആടുകളെ മേയിച്ചും കൊണ്ട്, യിത്രോവിന്റെ ആടുകളെ മേയിച്ചും കൊണ്ട് അവൻ ആ ഹോരേബ് പർവ്വതത്തിന്റെ അടിവാരം വരെ ചെല്ലുകയാണ്. ഇത് ആ പർവ്വതത്തിന്റെ അടിവാരത്തിൽ വെച്ച് തന്നെ വിളിക്കുന്ന ശബ്ദം എന്താണ് കേൾക്കാൻ കഴിയുന്നത്? ലോകത്തിലുള്ള മനുഷ്യർക്കെല്ലാം ദൈവം നമ്പർ അടിച്ചിരിക്കുകയല്ല, പിന്നെയോ മോശയെ മോശയെ എന്നുള്ള വിളി കേൾക്കുന്നു. അവിടെ എങ്ങും തനിക്ക് തന്നെ പരിചയമുള്ള ആളുകൾ അധികമില്ല. കാരണം താൻ ഒരു രാജ്യത്തിൽ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് വിവാഹം കഴിച്ച് അവിടെ ഒരു വീട്ടിൽ പാർക്കുന്നു. അവിടെയുള്ള ചില ആടുകളെ മേയിച്ചുകൊണ്ട് അത്രയും സ്ഥലത്തൂടെ ഇങ്ങനെ നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെയെങ്കിലും തനിക്ക് വലിയ പരിചിതക്കാരോ തൻ്റെ പേരറിയാവുന്നവരോ ഒന്നും അധികം ആളുകൾ ഇല്ലാതിരിക്കുമ്പോൾ മിസ്രയീമിലെ ഫറവോന്റെ മകളിട്ട പേര്, മോശ എന്നുള്ള പേര് വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തത് കൊണ്ട് മോശ എന്നവർ പേര് കൊടുക്കുകയാണ്. ആ പേര് അവിടെ ആ വിളിയായി തൻ്റെ കാതുകളിൽ കേൾക്കുന്നു. തൻ്റെ പേര് വിളിച്ചപ്പോൾ താൻ ചുറ്റുപാട് നോക്കി കാണും, ആരാണ് തന്നെ ഇങ്ങനെ വിളിക്കുന്നത്? ഇവിടെ എങ്ങും തനിക്ക് പരിചയമുള്ള ആരുമില്ലാതിരിക്കുമ്പോൾ പ്രിയമുള്ളവര്, നമുക്ക് ഒരു കാര്യം മനസ്സിലാകും, അവനെ അറിയുന്നവനായ ദൈവം ആ വിരോധമായ കൽപ്പനയുള്ള കാലഘട്ടത്തിൽ 4 മാസം തികയ്ക്കാനായിട്ട് കഴിവില്ലാതെ, 120 ദിവസം തികയ്ക്കാൻ കഴിവില്ലാതെ നീല നദിയുടെ ആ അഗാധത്തിലേക്ക് ആഴ്ന്നു പോകേണ്ട അവനെ
ദൈവം സംരക്ഷിക്കുകയുണ്ടായി. എന്നെ വളരെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം, മോശ ജനിച്ചപ്പോൾ ശിശു സുന്ദരൻ എന്ന് കണ്ടു. എന്നാൽ അവന് വിരോധമായി ശത്രുവായ പിശാച് ഇവനൊരു വീണ്ടെടുപ്പുകാരനാകുമെന്നും ഇവനൊരു രക്ഷകനാകുമെന്നും ഇവനൊരു വലിയ നേതാവായി മാറുമെന്നും ഇവന്റെ കയ്യാൽ അടയാളങ്ങൾ നടക്കുമെന്നും ഇവന്റെ കയ്യാൽ അത്ഭുതങ്ങൾ നടക്കുമെന്നും ഇവൻ ചെങ്കോൽ നീട്ടുമ്പോൾ ആമേൻ അവിടെ ചെങ്കടൽ മാറുമെന്നും ഒക്കെ അവർക്ക് അറിയാമായിരുന്നത്, സാത്താൻ അറിയാമായിരുന്നത് കൊണ്ട് ആമേൻ സാത്താൻ അവനെ മുളയിലെ നുള്ളിക്കളയാനായി പരിശ്രമിച്ചപ്പോൾ ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം പറയുന്നു, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ആമേൻ ലോകത്തിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും, പ്രത്യേകിച്ച് തന്റെ രാജ്യത്തുള്ള കുഞ്ഞുങ്ങളെ, എല്ലാ എബ്രായ കുഞ്ഞുങ്ങളെ കൊന്നുകളയാനായി ഫറവോൻ ഇതാ ആജ്ഞ പുറപ്പെടുവിച്ചിരിക്കുമ്പോൾ ഫറവോന്റെ കൊട്ടാരത്തിൽ തന്നെ അവന്റെ മകളുടെ മകനായി വളരാനായി ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു. ഇന്ന് എന്റെ ശബ്ദവലികളിൽ നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ഒരു കാര്യം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ, തമ്പുരാന്റെ പദ്ധതിയിൽ നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളെ തകർക്കാൻ ഒരു ശക്തിക്ക് സാധ്യമല്ല. ഒരു ഫറവോന് നിങ്ങളെ തകർത്ത് കളയാൻ സാധ്യമല്ല. ഒരു നൈൽ നദിയുടെ വെള്ളത്തിന് നിങ്ങളെ ഒടുക്കിക്കളയാൻ കഴിയത്തില്ല. ഏറ്റവും തകർന്നിരിക്കുന്ന വ്യക്തി ജീവിതമേ, ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയുന്നു, ലോകത്തിലുള്ള മുഴുവൻ ഇരുട്ടും കൂടെ വന്നാലും വെളിച്ചമാകുന്ന നിന്നെ തകർത്ത് കളയാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ഒരു ഇരുളിനെ നിങ്ങളെ പിടിച്ചടക്കാൻ കഴിയത്തില്ല. ഒരു സാത്താന് നിങ്ങളെ തകർത്ത് കളയാൻ കഴിയത്തില്ല. ഒരു പിശാചിനെ നിങ്ങളെ ഒടുക്കി കളയാൻ കഴിയത്തില്ല. ഒരു പൈശാചിക മണ്ഡലങ്ങൾക്കും നിങ്ങളെ തകർത്ത് കളയാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ പദ്ധതികൾ നിറവേറാനിടയായി തീരും. അങ്ങനെയാണെങ്കിൽ മോശയ്ക്ക് പേരിട്ടത് അവിടെ അമ്മയപ്പന്മാർ, സ്വർഗത്തിലെ ദൈവം ആ പേര് ആമേൻ ഹല്ലേലൂയ അറിഞ്ഞു. അവന്റെ ഓമന പേര് അറിയാനിടയായി തീർന്നു. ഫറവോന്റെ പുത്രി വളരെ സ്നേഹത്തോടെ വിളിച്ചുകൊണ്ടിരുന്ന ആ മോശ എന്നുള്ള വിളി ആമേൻ ദൈവത്തിന്റെ സന്നിധിയിൽ റെക്കോർഡഡ് ആണ്. ഹല്ലേലൂയ. ഹോരേബിന്റെ അടിവാരത്തിൽ ഒരു മുൾപ്പടർപ്പിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ആ തേജസ്സിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ദൈവം അവനെ വിളിക്കുകയാണ്, മോശേ മോശേ എന്നുള്ള വിളി കേൾക്കുന്നു. അതുകൊണ്ട് വ്യക്തിപരമായി നമ്മളെ അറിയുന്ന, വ്യക്തിപരമായി നമ്മുടെ പേരറിയുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ചില യോഗങ്ങളിലെങ്കിലും നിങ്ങളുടെ പേരൊരു പക്ഷേ ദൈവത്തിന്റെ ദാസന്മാർ വിളിച്ചു എന്ന് വരാം. അത് ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവിൽ ആമേൻ വിളിച്ചെങ്കിൽ ഹല്ലേലൂയ നിങ്ങളെ അത്ര വ്യക്തിപരമായി ദൈവത്തിന്റെ ആമേൻ മുന്നറിവിലുള്ള വ്യക്തിയാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ നമ്മൾ ദൈവവചനം പരിശോധിക്കുമ്പോൾ ധാരാളം ആളുകളെ ദൈവം പേര് ചൊല്ലി വിളിച്ചതായിട്ട് കാണാൻ കഴിയുന്നു. 1 ശമൂവേൽ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇതാ ഏലി എന്ന് പറയുന്ന ഒരു ദൈവത്തിന്റെ ദാസൻ പുരോഹിതനായി അവിടെ കിടന്നുകൊണ്ട് ഉറങ്ങുമ്പോൾ, അവിടെ പുരോഹിത ശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെട്ട ദൈവദാസന്റെ കയ്യിൽ വചനമൊന്നുമില്ലാതിരിക്കുമ്പോൾ അവിടെ ഇതാ ഒരു ബാലകനെ ദൈവം വിളിക്കുക. നിങ്ങൾ ആ ഭാഗം വായിച്ചു നോക്കിയാൽ അറിയാം. അവിടെ കേവലം 5 വയസ്സോ അതോ അതിന് മുകളിലോട്ടോ പ്രായമുള്ള ഒരു ചെറിയ ബാലനാണ് അവൻ അവിടെ കിടക്കുമ്പോൾ അവനൊരു വിളി വരുന്നു. എന്താണ് വിളി? മറ്റൊന്നുമല്ല, അവൻ കേട്ട ശബ്ദം മറ്റൊന്നുമല്ല, ശമൂവേലേ ശമൂവേലേ എന്നുള്ള വിളിയാണ് അവൻ കേട്ടത്. അവൻ വിചാരിച്ചു ശേലിയായിരിക്കും അവനെ വിളിക്കുന്നത്. ശമൂവേലിന് തൻ്റെ പേര് വിളിക്കത്തക്കവണ്ണം തന്നെ ആരാണ് ഇവിടെ അറിയുന്നത്? ആകപ്പാടെ അറിയുന്ന, എൻ്റെ പേരറിയുന്ന ഒരു പുരോഹിതൻ മാത്രമേ ഇവിടെയുള്ളൂ. ആ പുരോഹിതന്റെ അരികിലേക്ക് താൻ ചെന്ന് ചോദിച്ചു. പക്ഷേ അദ്ദേഹം പറയുകയാണ്, ഞാൻ വിളിച്ചില്ല, നീ പോയി കിടന്നുറങ്ങിക്കൊള്ളുക എന്ന് പറയുന്നു. നമുക്കറിയാം 3 പ്രാവശ്യം ആവർത്തിച്ച വിളി വരുന്നു. 4-ാമത്തെ പ്രാവശ്യം ദൈവദാസൻ അവനോട് പറഞ്ഞു കൊടുത്തതനുസരിച്ച് അവൻ പറഞ്ഞു, അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൻ ദൈവത്തിന്റെ ശബ്ദം അവന്റെ കാതുകളിൽ മുഴങ്ങാനിടയായി തീർന്നു. ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിങ്ങളെ വ്യക്തിപരമായി ആ ഇടയൻ അറിയുന്നു. നിങ്ങളുടെ വ്യക്തിപരമായ പേരുകൾ ദൈവം അറിയുന്നു. ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് അതിന് ധാരാളം ഉദാഹരണങ്ങൾ കാണുവാൻ കഴിയും. കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അനേകം ആളുകൾക്ക് പ്രത്യക്ഷതായതായിട്ട് നമുക്ക് വായിക്കാൻ കഴിയുന്നു. എന്നാൽ ആദ്യം പ്രത്യക്ഷമായത്, ആദ്യം യേശുവിനെ കണ്ടു എന്ന് അവകാശപ്പെടാൻ കഴിയുന്നത് മഗ്ദലക്കാരത്തി മറിയയ്ക്കാണ്.
അവൾ എന്തുകൊണ്ട് കണ്ടു? അവൾ കണ്ടതിന് പ്രധാനപ്പെട്ട കാരണം ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ കല്ലറയ്ക്കൽ ചെന്നു. പടയാളികളെ ഭയമില്ല, ഇരുട്ടിനെ ഭയമില്ല. താനൊരു സ്ത്രീയാണ്, അപമാനിക്കപ്പെടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉള്ളപ്പോൾ അതിനെ ഒന്നും ഭയപ്പെടാതെ വകവയ്ക്കാതെ അവൾ അതിരാവിലെ യേശുവിനോടുള്ള സ്നേഹത്തിൽ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറയാണെന്ന് ഭയമില്ല. ആമേൻ. അവിടെ താൻ ഏകയാണായിട്ടാണ് ചെല്ലുന്നതെന്ന് ഭയമില്ല. എന്നാൽ നമുക്കറിയാം, അവൾക്ക് യേശുവിനോടുള്ള സ്നേഹത്തിന്റെ നിമിത്തമാണ് അങ്ങനെ ഭയമില്ലാതായി പോയത്. ദൈവത്തിന്റെ വചനം പറയുന്നു, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു എന്നാണ്. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നുവെങ്കിൽ അവൾക്ക് കർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് അവൾ അതിരാവിലെ പോകുകയായിരുന്നു. അവിടെ ആശയെല്ലാം നഷ്ടപ്പെട്ടു പോയെങ്കിലും അവൾ കർത്താവിന്റെ കാലത്ത് കർത്താവ് സംസാരിച്ച അവളുടെ ഓർമ്മയുടെ ഒരു ഭാഗത്ത് ഒരു തീപ്പൊരി കിടപ്പുണ്ടായിരുന്നു. ഞാൻ മരിച്ച് അടക്കപ്പെടും, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന് കർത്താവ് പറയുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ കർത്താവ് പറഞ്ഞ ആ വാക്കിന്റെ തീപ്പൊരി അവളുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നത്, അതിരാവിലെ അവൾ ആമേൻ വെളിച്ചം ഹല്ലേലൂയ ആമേൻ ഇല്ലാത്ത സമയത്ത് അവൾ വരികയാ. നമുക്ക് ആ ഭാഗം വായിക്കുമ്പോൾ അറിയാം, ഹല്ലേലൂയ, തോട്ടക്കാരൻ നിരൂപിച്ച് അവള് ആമേൻ യജമാനനെ യേശു ക്രിസ്തുവിനെ അല്ലെങ്കിൽ എൻ്റെ ഗുരുവിനെ ആരെടുത്തുകൊണ്ട് പോയി എന്ന് ചോദിക്കുമ്പോൾ, അവനെ എവിടെ വെച്ചു? ഞാൻ എടുത്തു കൊണ്ടുപോയിക്കൊള്ളാം എന്ന് അവൾ പറയുമ്പോൾ അവളെ വിളിക്കുന്ന ഒരു വിളിയുണ്ട്, മറിയയേ എന്നുള്ള ഒരു വിളി. അവൾക്കൊരു കാര്യം മനസ്സിലായി. തോട്ടക്കാരൻ അതുവരെ നിരൂപിച്ചുകൊണ്ടിരുന്ന അവൾക്കൊരു കാര്യം മനസ്സിലായി. തന്റെ വിളിക്കുന്ന വിളി കേട്ടപ്പോൾ തനിക്ക് മനസ്സിലായി, ഇത് തന്റെ അരുമനാഥനായ ഗുരുവാണ്, യേശുവാണ് വിളിക്കുന്നത്. വ്യക്തിപരമായി അവൾക്ക് നല്ല ബോധ്യമുണ്ടായി. എൻ്റെ പേരും ഓമന പേരും ചൊല്ലി വിളിക്കുന്ന ഒരുവനുണ്ട്, അവൻ എൻ്റെ അരുമനാഥനായ രക്ഷകനായ യേശുവാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമുക്ക് തിരുവചനപ്രകാരം കാണാൻ കഴിയുന്നു, അവൻ പേരറിയുന്ന ദൈവമാണ്, പേരറിയുന്ന ഇടയനാണ്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന് 48-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്, ഇതാ ആ ശിഷ്യന്മാരിൽ ഒരുവൻ ബെത്സദയിൽ ആയിരിക്കുന്ന നഥനയേലിനെ ഫിലിപ്പോസ് എന്ന് വിളിക്കുന്നുണ്ട്. കർത്താവിന്റെ അരികിലേക്ക് വരാനായിട്ട് വിളിക്കുമ്പോൾ കർത്താവിന്റെ അരികിലേക്ക് പത്രോസും അന്ത്രയോസും ഒക്കെയുള്ള ശിഷ്യഗണത്തിലേക്ക് നഥനയേലിനെ വിളിക്കൊണ്ട് വരുമ്പോൾ ആമേൻ കർത്താവിനെ കുറിച്ച് പറയുകയാണ്, ഇതാ സാക്ഷാൽ ഇസ്രായേലിൽ ഇവനിൽ കപടമില്ല എന്ന് പറയുന്നു. ഇത് കേട്ടതായ നഥനയേൽ ആകപ്പാടെ അന്തിച്ചു പോയി കാണും. കർത്താവിനോട് ചോദിക്കുകയാണ്, കർത്താവേ, നീ എവിടെ വെച്ച് എന്നെ അറിയും? പ്രിയമുള്ളവരെ, കർത്താവിന് ഹല്ലേലൂയ അവനെ അറിയത്തില്ലേ? അവനെ അറിയാം. കർത്താവ് അവനോട് ചോദിക്കുകയാണ്, കർത്താവിനോട് അവൻ ചോദിക്കും, നീ എവിടെ വെച്ച് എന്നെ അറിയും? കർത്താവിനോട് പറഞ്ഞു, നീ ആമേൻ ഫിലിപ്പോസ് നിന്നെ വിളിച്ചോണ്ട് വരുന്നതിന് മുൻപേ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടതാണ്. പ്രിയമുള്ളവരെ, ഞാൻ പറയും, അത്തിയുടെ കീഴിലിരിക്കുന്ന നഥനയേലിനെയും കർത്താവിന് അറിയാം. അത്തിയുടെ മുകളിൽ കാട്ടത്തിയുടെ ഇലയുടെ ഇടയിൽ ഒളിച്ചിരിക്കുന്ന സക്കായിയെയും കർത്താവിനറിയാം. കർത്താവ് അവരെല്ലാവരുടെയും പേരും ഓമനപ്പേരും അറിയും. വലിയൊരു കൂട്ടം ആളുകൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ യേശുവിന് മാത്രമേ അറിയത്തുള്ളൂ എങ്ങോട്ടാ പോകുന്നതെന്ന്. ഒരു സ്ഥലത്ത് വന്നപ്പോൾ ആമേൻ പുരുഷാരം ഉൾപ്പെടെ എല്ലാവരും ആമേൻ ഇങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോൾ യേശു ഒരു സ്ഥലത്ത് വന്ന് നിന്നു. അത് മറ്റെങ്ങുമല്ല, ഒരു അത്തിയുടെ ചുവട്ടിൽ വന്നപ്പോൾ യേശു മുകളിലേക്ക് നോക്കുകയാണ്. അതുവരെയും പുരുഷാരങ്ങൾ ആരും കണ്ടിട്ടില്ലാത്ത ഒരുവൻ, അതുവരെയും ആരും ശ്രദ്ധിക്കാത്ത ആ ജനക്കൂട്ടം ആരും ഒരുപക്ഷെ കണ്ടിട്ടില്ലാത്ത ഒരുവന്റെ മുഖത്തേക്ക് കർത്താവ് നോക്കുകയാണ്. അത്തിയുടെ മുകളിലേക്ക് നോക്കിയപ്പോൾ കർത്താവിനെ പേര് ചൊല്ലി വിളിക്കുകയാണ്, അല്ലയോ സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. സ്തോത്രം. അപ്പോൾ എന്നെ വളരെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം, ജനസമൂഹത്തിന് മുഴുവൻ മനസ്സിലായി ഇവൻ പോകുന്നത് എങ്ങോട്ടാണ്.
ഇന്നത്തെ യാത്രയുടെ ലക്ഷ്യം എങ്ങോട്ടാണെന്ന് ആർക്കും അറിയത്തില്ല, ശിഷ്യന്മാർക്ക് അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. പക്ഷേ ഒരുവനെ തിരക്കി കർത്താവ് ഇറങ്ങിയായിരുന്നു. അതാ മറ്റാരുമല്ല, അവന്റെ പേരും ഓമന പേരും അറിയാവുന്ന മത്തായി അല്ലെങ്കിൽ സക്കായി ആയിരുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. സക്കായിയുടെ വീട്ടിലേക്ക് കർത്താവ് ചെല്ലുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് നമ്മുടെ വഴികൾ അറിയുന്നവനായ ദൈവമാണ് നമ്മുടെ ഇടയൻ എന്ന് നമുക്ക് വചനത്തിൽ നിന്ന് പഠിക്കുവാൻ കഴിയും. നമുക്ക് സങ്കീർത്തനം 1-ാം സങ്കീർത്തനം അതിന്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ വഴികൾ അറിയുന്നവനാണ് കർത്താവ് എന്ന് പഠിക്കുവാൻ കഴിയും. ഒന്ന്, ഞാൻ പറഞ്ഞത് നമ്മുടെ ഇടയൻ നമ്മുടെ പേരറിയുന്നു. സ്തോത്രം. 2, നമ്മുടെ വഴികൾ അറിയുന്നു. 3-ാമതായിട്ട് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്ന നഹൂം പ്രവചനം 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നു, നമ്മുടെ കഷ്ടങ്ങളിൽ നമ്മളെ അറിയുന്നവനായ ദൈവം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഒരനർത്ഥവും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം എന്താണ്? കർത്താവ് നമ്മോട് കൂടെ ഇരിക്കുന്നു. നമ്മുടെ പേരറിയുന്നെന്ന് മാത്രമല്ല, നമ്മുടെ വഴി അറിയുന്നെന്ന് മാത്രമല്ല, നമ്മുടെ കഷ്ടങ്ങൾ അറിയുന്നവനാണ് ദൈവം. ആ ഇടയനെ സംബന്ധിച്ചിടത്തോളം ഒരാട് ഏതെങ്കിലും ഒരു കഷ്ടതയിൽ കൂടെ കടന്നുപോയാൽ അവരെ അറിയുന്നവനാണ് നമ്മുടെ കർത്താവ്. നമ്മളാരും വിചാരിക്കരുത് കർത്താവ് ഇതൊന്നും അറിയുന്നില്ല. നമ്മൾ 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ 10-ാം വാക്യത്തിൽ വായിക്കാൻ കഴിയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി ചെയ്യുന്നു. 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ വായിക്കുന്നു, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, നിങ്ങൾക്ക് കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവന് പോക്കുവഴി തരുന്നവനാണ് ദൈവം. ഹല്ലേലൂയ. എന്നെ തിരുവചനത്തിൽ വളരെ സന്തോഷിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ്, നമ്മളെ അറിയുന്നെന്ന് മാത്രമല്ല, നമ്മുടെ വീട്ടിലുള്ളവരെ അവനറിയാം, നമ്മുടെ ചുറ്റുപാടുകൾ ദൈവത്തിന് അറിയാം, നമ്മുടെ സമ്പത്തിനെ കുറിച്ച് ദൈവത്തിന് അറിയാം. എല്ലാം ദൈവത്തിന്റെ അറിവിനകത്തതുണ്ട്. നമ്മൾ ഗിദെയോന്റെ കാര്യം എടുക്കുമ്പോൾ, ഗിദെയോന്റെ കാര്യം നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിലാണ്, ജഡ്ജസ് ചാപ്റ്റർ 6 നമ്മൾ കാണാൻ കഴിയുന്നത്. വേഴ്സ് 14 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു വാക്യം കാണാൻ കഴിയുന്നു, പരാക്രമശാലി എന്ന് വിളിച്ചുകൊണ്ടാണ് അവനോട് ഇടപെടുന്നത്. പേടിച്ചിരിക്കുന്നവനിൽ പരാക്രമം കാണുകയാണ് ദൈവം. അവനോട് ഇടപെടുമ്പോൾ അവനോട് പറയുകയാണ്, നീ വീട്ടിൽ ചെല്ലണം. വീട്ടിൽ ചെന്നതിന് ശേഷം നിന്റെ അപ്പന്റെ തൊഴുത്തിൽ നിൽക്കുന്ന 2-ാമത്തെ കാളയായ 7 വയസ്സുള്ള കാളയെ എനിക്ക് വേണ്ടി ഹോമയാഗം കഴിക്കണം. ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ ദൈവം ഗിദെയോനെ മാത്രമല്ല അറിയുന്നത്, ഗിദെയോനെ പരാക്രമശാലി എന്ന് വിളിച്ച് ദൈവം അവനെ ശുശ്രൂഷയ്ക്കായി വേർതിരിക്കുമ്പോൾ അവനെ മാത്രമല്ല ദൈവത്തിന് അറിയാവുന്നത്, ദൈവത്തിന് അവന്റെ അപ്പനെ അറിയാം, അപ്പന്റെ വീട് എവിടെയാണെന്നറിയാം, അപ്പന്റെ തൊഴുത്തിൽ കാളകൾ എത്രയുണ്ട് എന്നറിയാം. ഓരോ കാളയെയും ദൈവത്തിന്റെ എണ്ണത്തിലുണ്ട്. മാത്രമല്ല 2-ാമത്തെ കാളയെ ദൈവത്തിന് അറിയാവുന്ന മാത്രമല്ല, അതിന്റെ വയസ്സ് വരെ ദൈവത്തിനറിയാം. അങ്ങനെയാണെങ്കിൽ എന്നെ വളരെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മളെ അറിയാവുന്ന മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങളെ അറിയാം, അവരുടെ വിഷയങ്ങൾ അറിയാം. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ 2-ാമത്തെ കുഞ്ഞിനെ കുറിച്ച് ഭാരപ്പെട്ടിരിക്കുകയാണോ? ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ആ കുഞ്ഞിന്റെ മേൽ ദൈവത്തിന്റെ ശക്തി പകരും. ദൈവം നിങ്ങളുടെ ആ കുഞ്ഞിന്റെ മേൽ ദൈവത്തിന്റെ കൃപ പകരാൻ പോകുന്നു. ആ ആൺകുഞ്ഞിനെ കുറിച്ച് നിങ്ങൾ വിചാരിക്കും ദൈവത്തിന്റെ വിഷയങ്ങളൊന്നും അറിയുന്നില്ലേ? ആ ആൺകുഞ്ഞിന്റെ മേൽ ദൈവത്തിന്റെ അത്ഭുതം നടക്കാൻ പോകുന്നു. വിശ്വസിക്കുന്നെങ്കിൽ അടയാളങ്ങൾ കാണാൻ കഴിയും. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണാൻ കഴിയും. വിശ്വസിച്ചാൽ ആ രോഗസൗഖ്യം നടക്കാൻ ഇടയായിത്തീരും. വിശ്വസിച്ചാൽ നിന്റെ ഭവനത്തിന്റെ ഉള്ളറയിൽ ആരും അറിയാത്ത വിഷയങ്ങൾ സ്വർഗം അറിഞ്ഞ് നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും. വിശ്വസിക്കുമോ? വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ നടക്കും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇന്ന് നിങ്ങളുടെ ഭവനങ്ങളിൽ ആരും അറിയാത്തൊരു
ഒരു വിഷയം ദൈവം അറിഞ്ഞിരിക്കുന്നു. ദൈവം അറിഞ്ഞിരിക്കുന്നു. ആ കുഞ്ഞിന്റെ കാര്യം ദൈവം അറിഞ്ഞിരിക്കുന്നു. ആ ജോലിയുടെ വിഷയം ദൈവം അറിഞ്ഞിരിക്കുന്നു. ആമേൻ. നിങ്ങളുടെ ജോലി സ്ഥലത്തുണ്ടായ ആ പ്രശ്നം നിങ്ങളുടെ ഭവനത്തിൽ അറിഞ്ഞിട്ടില്ല, എന്നാൽ ദൈവം അറിഞ്ഞിരിക്കുന്നു. ദൈവം അതിന് പരിഹാരം കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ ഭാര്യയോട് ആമേൻ ആ കാര്യം ഷെയർ ചെയ്തിട്ടില്ലായിരിക്കാം, എന്നാൽ ദൈവം ആ വിഷയം അറിഞ്ഞ് അതിനൊരു പരിഹാരം നാളെ നിങ്ങൾ ആ ഓഫീസിൽ ചെല്ലുന്നതിന് മുൻപേ തരാൻ ദൈവം മതിയായവനായ ദൈവമാണ്. ആ കുഞ്ഞിന്റെ കാര്യം ദൈവം ഏറ്റെടുത്ത് അറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ശബ്ദം ദൈവം നിങ്ങളെ കേൾപ്പിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് ആമേൻ ചില വ്യക്തികളെ സ്പർശിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ, ഇപ്പോൾ ഈ മീഡിയയിൽ കൂടെ നിങ്ങളെന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആമേൻ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. അറിയാത്ത നന്മയുടെ വഴികളെ ദൈവം തുറക്കുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ നമ്മുടെ പേരറിയുന്നു, നമ്മുടെ വഴികൾ അറിയുന്നു, നമ്മെ അറിയുന്നു, നമ്മുടെ കുഞ്ഞുങ്ങളെ അറിയുന്നു, നമ്മുടെ ഭവനം അറിയുന്നു, നമ്മുടെ ബന്ധുക്കളെ അവൻ അറിയുന്നു, നമ്മുടെ മാതാപിതാക്കളെ, ചാർച്ചക്കാരെ അറിയുന്നവനായ ഒരു നല്ല ഇടയനാണ് അവൻ. അങ്ങനെ ആ ഇടയന്റെ പിന്നാലെ നമുക്ക് യാത്ര ചെയ്യാം. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയവനായ ദൈവത്തിന്റെ വാഴ്വുകളും അനുഗ്രഹങ്ങളും നിങ്ങളുടെ ഭവനങ്ങളിൽ മേൽ ഇരിക്കുമാറാകട്ടെ. കർത്താവിന്റെ ആമേൻ വലിയ അനുഗ്രഹത്തിന്റെ കലവറ നിങ്ങളുടെ മേൽ ചൊരിയുമാറാകട്ടെ.